Manish sir, good morning. Good morning, Guru sir. Sir, Sudha sir, good morning. Yes, very morning. Morning. Good morning. Sudha Good sir, morning. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ നിങ്ങളെ Morning, sir. ചെയർ അടിപൊളി Morning. കേട്ടോ. ആരെ എന്റെ അല്ല നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. നിങ്ങൾ ഇരിക്കുന്ന ചെയർ ഞാൻ Morning, എപ്പോഴും good ശ്രദ്ധിക്കാൻ morning. അടിപൊളിയാണ്. ഇത് എന്റെ ഓഫീസ് ചെയർ ആണ്, ഓഫീസാണ്. ഓഫീസ് ചെയറിലല്ലേ? ഓ വെരി ഗുഡ് വെരി ഗുഡ്. രാവിലെ ഒരു ആവശ്യത്തിന് വന്ന് തുറന്നതാണ്. വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഓഫീസ്. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഷിനു സാർ പിന്നെ ഫോണ് കയ്യില വെക്കാറല്ലേ? അതെ സാറേ, വെളിയിലിരിക്കുക. അതെ, ഇളകുന്നുണ്ട്, ഉമ്മർത്തല്ല കാണുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഗുരു സാർ പിന്നെ രാവിലെ തന്നെ പേനയും ബുക്കും ഒരു പഠിതാവിനെ പോലെ വന്നിട്ടുണ്ട്. ചന്ദ്രിയ മാഡം ഗുഡ് മോർണിംഗ്. ആദ്യം എത്തുന്ന കുട്ടിയാണ് ഫിറോസ് സാറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചന്ദ്രിയ മാഡം പതിവ് പോലെ നീല കർട്ടന്റെ പുറകിലാണ് പതിവ് പോലെ ഇരിക്കാറ് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. അടിപൊളി. ഗോപാലകൃഷ്ണൻ സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ ഗുഡ് മോർണിംഗ്, വെൽക്കം വെൽക്കം. അനീഷ് സാർ ഫോണെന്നാണോ കയറിയിട്ടുള്ളത്? ആപ്പ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ തീപ്പെട്ടി ഉണ്ടാവില്ല, അല്ലാതെ തന്നെ പറയാം. ശബ്ദം ഓക്കെ അല്ലേ സാർ? ഫോൺ കുറച്ചും കൂടി താഴ്ത്തി വെച്ച് ഞങ്ങള് ഷർട്ട് ഉൾപ്പെടെ നമുക്ക് കാണാം. ഓ ഓക്കെ ഓക്കെ, റൈറ്റ് റൈറ്റ് റൈറ്റ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന ലുക്ക് ഉണ്ട് ആ സ്റ്റേജ്. ഓക്കെ വെരി ഗുഡ്. ഒരു നേരമെങ്കിലും ആരാണ് പാട്ട് മൂളുന്നുണ്ടല്ലോ രാവിലെ തന്നെ? രാവിലെ നമ്മള് ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കും. ഈ ന്യൂസ് ഒക്കെ റീഡ് ചെയ്യുന്ന കാട്ടി മുന്നേ ഒന്ന് രണ്ട് കവിത അത് ശ്രീയുടെ തന്നെയായിരുന്നു. അത് ശരി. സൗണ്ട് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് രാവിലെ അത് നല്ല തന്നെ. രാവിലെ മോർണിംഗ് ഡ്രൈവിൽ കയറുന്ന കാട്ടി മുന്നേ എന്തെങ്കിലും ഒന്ന് രണ്ട് വാചകങ്ങൾ ഉറക്കണ വായിക്കും. അപ്പൊ മൊത്തം നമുക്ക് പിന്നെ ഒരു ഫ്ലോ ഉണ്ടാവില്ല. അത് പാടി മുഴിപ്പിക്കായിരുന്നു. രണ്ടുപേരെ ആവശ്യമുള്ളൂ, രണ്ടുപേരെ അറിയുള്ളൂ, അതാണ് വാസ്തവം. അത് നേരെ കേട്ടില്ല. സൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കാനായി. ശ്രീജിത്തിന്റെ ശബ്ദം നല്ല അടിപൊളിയല്ലേ? ഓ നല്ല സൗണ്ടാണ്, സൂപ്പർ സൗണ്ട്. ഓക്കെ ഓക്കെ, പറയാറുണ്ട് പലരും. ഇതിന്റെ മോളെ നമ്മള് ജീവിച്ചു പോകുന്നത്. ഓക്കെ അനീഷ് സാറേ, നമുക്കിന്ന് ആരംഭിച്ചാലോ? സമയം 7:01. ഓക്കെ റൈറ്റ് റൈറ്റ്. എല്ലാവരും ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പൊ അതുകൊണ്ട് ഒരുങ്ങി വരുന്നേ ഉള്ളൂ. ഓക്കെ റൈറ്റ്. ഗുഡ് മോർണിംഗ് ടു all. The meeting in connection with the 7 AM morning drive is hereby called to order. Once again, good morning to all. ഇനി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി നമുക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Again, good morning all. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു പരസ്പരമുള്ള വിഷ് ഉണ്ടെങ്കിലാണ് ആ ഒരു ദിവസം തുടക്കം ഗംഭീരമാകുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പുല്ലും നെല്ലും നന്നായി വളരും. പുല്ല് നെല്ലിനേക്കാൾ മികച്ചതായി നന്നായി വളരും. അതിന് പ്രത്യേകിച്ച് ഒരു പരിപാലനമോ ഒരു പരിലാളനയോ ആവശ്യമില്ല പുല്ല് വളരാൻ. പക്ഷെ പുല്ല് എന്നുള്ളത് മനുഷ്യ മനസ്സിലെ അഹങ്കാരത്തിന്റെയും അന്ധതയുടെയും ലക്ഷണമാണ്. പക്ഷെ നെല്ല് എന്നുള്ളത് കൃത്യമായ പരിപാലനവും പരിലാളനയും ഏറ്റാൻ മാത്രമേ നെല്ല് വളരുകയുള്ളൂ. നെല്ല് എന്നുള്ളത് മനുഷ്യ മനസ്സിലെ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ്, കരുണയുടെ. ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 2024 ഇന്ന് ജൂൺ മാസം 10-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും മനസ്സ് ഇന്നു മുതൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന നെൽച്ചെടികളായി നെൽമണികളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ 2024 സോൺ 28 നായിക ശ്രീമതി ചിത്ര മേഡം, അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും കരുത്ത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും നൽകുന്ന സോൺ ഡയറക്ടർ ട്രെയിനിങ് ഹിഷാം സാർ,
അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട 41 സുഹൃത്തുക്കളെയും ഞാൻ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഫാക്കൽറ്റി ഞാൻ വളരെ ഔചാരിതമായിട്ടാണ് പരിചയപ്പെട്ടത്. ശ്രീ അനീഷ് സാർ പൊന്നാനിയിൽ ഒരു ട്രെയിനിങ് പോയപ്പോൾ അവിടെ നിന്നുള്ള ഒരു പരിചയം തന്നെയാണ് ഇന്ന് അദ്ദേഹത്തെ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിച്ചത്. ഇതേപോലെയാവണം ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള 42 സുഹൃത്തുക്കളും എന്നാണ് ഞാൻ പറയുന്നത്. പരസ്പരം ഉള്ള ആ ഒരു പരിചയപ്പെടലും ആ ഒരു സ്നേഹം പുതുക്കലും തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് അനീഷ് സാറിന്റെ ജീവിതത്തിലെ ഈ ഒരു ട്രെയിനിങ് മേഖല അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പോയിന്റ് തൂലായി മാറുന്നതോടൊപ്പം തന്നെ ഈ ഫ്ലോറിലേക്ക് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, ഈ ഫ്ലോർ ഇസ് യുവേഴ്സ്. താങ്ക് യു വെരി മച്ച്. Thank you, Sri sir. Once again, thank you to all. Good morning. Good morning to all. Good morning. Good morning. Good morning. Thank you very much. Good morning, പേര് sir. താങ്ക് യു. വളരെയധികം സന്തോഷം നിങ്ങളുടെ ഈ വിഷസ് കേൾക്കുന്ന സമയത്ത്. എൻ്റെ പേര് അനീഷ് മുഹമ്മദ്. ശ്രീ സാർ പറഞ്ഞതുപോലെ ഞാൻ പൊന്നാനി JCI മെമ്പറാണ്. എനിക്കധികം വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എൻ്റെതായിട്ടുള്ള കുറച്ച് തോട്ടുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് ഈ സോൺ 28-ന്റെ 193-ാമത്തെ മോർണിംഗ് ഡ്രൈവ് സെഷനിൽ എടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് ഞാൻ വലിയ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. ഒരു ലൈഫ് സ്റ്റൈൽ ലീഡർ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലീഡർ ധാരാളമുണ്ട്, മൈൻഡ് സെറ്റ് ലീഡർമാരും ധാരാളമുണ്ട്. എന്നാൽ ലൈഫ് സ്റ്റൈൽ മൈൻഡ് സെറ്റ് ലീഡർ എന്ന് പറയുന്ന സമയത്ത് അപ്ഡേറ്റ് ഡെയിലി വൈസിൽ ചെയ്യുന്ന ആളായിരിക്കും എപ്പോഴും ലൈഫ് സ്റ്റൈൽ ലീഡർ എന്ന് പറയുന്നത്. നിരന്തരമായ മാറ്റ വ്യതിയാനങ്ങളിലൂടെ ജീവിതത്തെ ത്വരിതപ്പെടുത്തിയിട്ട് അവർ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസിലേക്ക് അവർ വരുന്നത്. ഞാൻ 3 ആളുകളുടെ പേര് പറയും. ഈ 3 ആളുകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരുടെ പേര് കൊണ്ട് നിങ്ങൾ എന്താണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക എന്ന് നിങ്ങൾ ഓരോരുത്തരൊന്ന് പറയണം. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജെഫ് ബസൂസ് എന്നാണ്. ജെഫ് ബസൂസ് എന്ന് കേൾക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ജെഫ് ബസൂസ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? പറയാൻ കഴിയും? ഞാൻ ഫസ്റ്റ് ടൈം കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഓർക്കുന്നില്ല. ലാപ്ടോപ്പ് ആണോ? അദ്ദേഹത്തെ അറിയുന്ന മനസ്സിലാക്കിയ ആർക്ക് വേണമെങ്കിലും പറയാം. ജെഫ് ബസൂസ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെരി ഗുഡ്, ആമസോൺ. ഓക്കെ, വേറെന്താണ് ജെഫ് ബസൂസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ ഉള്ളത്? ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു വ്യക്തിയിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിന്റെ പേര് മാർക്ക് സക്കർബർഗ് എന്നാണ്. മാർക്ക് സക്കർബർഗ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? വെരി ഗുഡ്, ഫേസ്ബുക്ക്. വെരി ഗുഡ്, സൂപ്പർ. മൂന്നാമത്തെ ഒരു വ്യക്തിയിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ MA യൂസഫ് അലി. ലുലു മാൾ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെന്താണ്? ബിസിനസ് മാഗ്നറ്റ്. വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. വളരെയധികം സന്തോഷം നിങ്ങളെ പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ ഈ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ ഇന്ററാക്റ്റീവ് ആവാനും എൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടാനൊക്കെ സാധ്യമാവാം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വണ്ടർഫുൾ പാർട്ടിസിപ്പേഷൻ. ഈ 3 ആളുകളെ കുറിച്ച് ഞാൻ ചോദിച്ച സമയത്ത് പല ആളുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് മനുഷ്യ സ്നേഹി എന്നൊക്കെ പറഞ്ഞിട്ട്. വെരി ഗുഡ്, സൂപ്പർ. നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ അവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡിങ് നെയിം വരെ ഓരോരുത്തരും ഷെയർ ചെയ്യണ്ടായി. എന്നാൽ എനിക്ക് ഈ 3 ആളുകളെ എടുക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നോർമലി നമ്മൾ കാഷ്വലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് പുറമെ ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഈ ജെഫ് ബസൂസ് എന്നുള്ള ഈ വ്യക്തി, ഇദ്ദേഹം ഇത്രയും
സെലിബ്രിറ്റിയാണ്, ശതകോടീശ്വരന്മാരിൽ എണ്ണപ്പെട്ട ആളാണ്. എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. എപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറുള്ള ഒരാളാണ്. രണ്ടാമത്തെ ഒരു വ്യക്തിയിൽ ഞാൻ കണ്ടത് മാർക്ക് സക്കർബർഗ്. അദ്ദേഹം ടു ഡു ലിസ്റ്റ് തന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളാണ്. ഇയർലി പ്ലാൻ ഉണ്ട് അദ്ദേഹത്തിന്, മന്ത്ലി പ്ലാനുകൾ ഉണ്ട്, ഡേ പ്ലാനുകൾ വരെ ഉണ്ട് എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. മൂന്നാമത്തെ വ്യക്തി ഡോക്ടർ എം.എ. യൂസഫ് അലി. പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞു. ലുലു എന്ന്, മനുഷ്യസ്നേഹി എന്ന്, ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ കണ്ടൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വലിയ പ്രാസംഗികനൊന്നല്ല, യൂട്യൂബിലൊക്കെ കിട്ടും. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും നന്ദിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിലൊക്കെ, അദ്ദേഹത്തെ ജനിപ്പിച്ച ഉമ്മാക്ക്, സൃഷ്ടിച്ച ദൈവത്തിനൊക്കെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. ഈ മൂന്ന് വ്യക്തികളെ ഞാൻ എടുത്ത സമയത്ത് എനിക്കൊരു കഥയാണ് ആദ്യം ഓർമ്മ വരുന്നത്. പണ്ട് യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒരു മർമ്മമായിട്ട്, വിജയത്തിന്റെ സ്രോതസ്സായിട്ട് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ആന, എപ്പോഴും യുദ്ധത്തിന് മുന്നിൽ കൊണ്ടുപോകുന്ന ഒരു ആന, വിജയ തേരാളിയായിട്ട് അദ്ദേഹം എപ്പോഴും മുന്നിൽ നിർത്തുന്ന, തന്റെ വിജയ മന്ത്രമായിട്ട് അദ്ദേഹം മുന്നിൽ നിർത്തിയ ആനയെ കുറിച്ചാണ്. പക്ഷെ ആനക്ക് പഴയ പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ വയസ്സായിട്ടുണ്ട്. അങ്ങനെ ആനനെ എന്ത് ചെയ്തു? കാട്ടിലേക്ക് കൊണ്ടാക്കി. ഇടക്കിടക്ക് പോയിട്ട് കാണും. ഒരു ദിവസം ആന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളക്കരയിലേക്ക് പോയപ്പോ ഒരു ചതുപ്പിൽപ്പെട്ട് കാല് വഴുതിപ്പോയി. എത്ര ശ്രമിച്ചിട്ടും എണീക്കാൻ പറ്റുന്നില്ല. രാജാവും പടയാളികളൊക്കെ വന്നിട്ട് ശ്രമിച്ചു നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. നിരാശനായിട്ട് രാജാവ് നിൽക്കുന്ന സമയത്താണ് ആ വഴിമധ്യേ ബുദ്ധൻ കടന്നു പോയത്. ബുദ്ധനോട് സഹായം അഭ്യർത്ഥിച്ചു. ബുദ്ധൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. രാജാവ് പറഞ്ഞു, നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു ആനയാണ്, ഇപ്പൊ പഴയ പോലെ ചെയ്യാൻ പറ്റുന്നില്ല, വയസ്സായത് കൊണ്ട് ഇപ്പൊ കാട്ടിലേക്ക് പറഞ്ഞയച്ചതാണ്. യുദ്ധത്തിന് പോയിരുന്ന നല്ല ഗജവീരനാണ്. ആ സമയത്ത് ബുദ്ധൻ കാര്യങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിനുള്ള കാഹളം മുഴക്കൂ, അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുമെന്ന്. ഉടനെ രാജാവ് പടയാളികൾ എല്ലാവരും വിളിച്ച് യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞു. യുദ്ധത്തിന് തയ്യാറാവാനുള്ള എല്ലാ പടക്കോപ്പുകളും റെഡിയാക്കിയിട്ട് കാഹളം മുഴക്കി. ആനയുടെ മട്ടും ഭാവമൊക്കെ മാറി. ആന അത്ര നേരം ശ്രമിച്ചിട്ട് പറ്റാതിരുന്ന, കുഴിയിൽ നിന്ന് നീക്കാൻ പറ്റാത്ത കാര്യം അദ്ദേഹം ആന എത്രയോ പെട്ടെന്ന് തന്നെ കുഴിയിൽ നിന്ന് എണീറ്റ് വന്നു എന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ പല അറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെടാപാടുപെടും. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ടൈം ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, ഫാമിലി ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം മൂടുന്ന സമയത്ത് ഒരു സമയം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ തളർന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളോട് എന്തിനാണ് ഇതൊക്കെ ഞാൻ തുടങ്ങിയത് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് നമ്മളെ പിടിച്ചുയർത്താൻ, നമ്മളെ കൈ പിടിച്ചുയർത്താൻ, നമുക്കൊരു ഓർമ്മപ്പെടുത്താൻ ഒരാൾ വേണം. അദ്ദേഹത്തിന്റെ പേരാണ് ലീഡർ എന്നുള്ളത്. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ പരിശ്രമിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നത്. പേഴ്സണലി ശ്രീ സാർ പല സമയങ്ങളിലും പറയാറുണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോം JCI എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ, സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ സ്വയം ചെയ്യുകയും പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത മറ്റുള്ളവർക്ക് കൂടിയും ഇതിന്റെ സന്തോഷം പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് ലീഡർ? സാധാരണഗതിയിൽ ഒരു ഡെഫിനിഷൻ പറയാനുണ്ട്, എ ലീഡർ നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ഒരു ലീഡർ എപ്പോഴും യഥാർത്ഥ വഴി തിരിച്ചറിയും ആദ്യം.
Recording in progress. നമ്മുടെ ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്, ഡെലിഗേഷൻ ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് എനിക്ക് ഇത്ര മതി, എനിക്ക് ഇതൊക്കെ ചെയ്താൽ മതി എന്നാണ്. എന്നാൽ വിശാലമായി ചിന്തിക്കുമ്പോൾ, ഒരു നിയോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ അവസരങ്ങളെ ഉപയോഗിക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് പര്യാപ്തമാവുകയും കഴിയുകയും ചെയ്യുകയുള്ളൂ. ഡെലിഗേഷൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലീഡറിന് ഡെഫിനിഷൻ കൊടുക്കാറുള്ളത്, ഒരു ലീഡർ എന്നുള്ളത് അവൻ തന്നെ ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു ലീഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം തൻ്റെ അണികളെ കൊണ്ട് അവർക്ക് പോലും തോന്നാത്ത രീതിയിൽ ചെയ്യിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ലീഡർ എന്ന് പറയുന്നത്. മറ്റതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ശ്രീജിത്ത് സാർ ഇന്നലെ എനിക്ക് വിളിച്ച സമയത്ത് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലാപ്ടോപ്പിലാണ് PPT സാറിന് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് കഴിഞ്ഞില്ല. അത് ടെക്നിക്കലാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുമായിട്ട് PPT ഇല്ലാതെ സംസാരിക്കാൻ ഞാൻ റെഡി ആയത് എന്റെ കോൺഫിഡന്റ് ആണ്. ഓക്കെ, അപ്പോ ടെക്നിക്കൽ വിഷയങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് കൺവേ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞ് അത് പോസിറ്റീവ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ എനിക്ക് ഒരു തളർച്ചയും സംഭവിക്കൂല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും നല്ല പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. A for attitude. രണ്ടാമത് B for believe yourself. നമുക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് ആ ഒരു സംഗതിയാണ്. നമ്മളിലാണ് വിശ്വാസം. നമുക്ക് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി തന്നിട്ടുണ്ട്. പല സമയം ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച്, ഈ സംഘടനയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് വളർന്ന ധാരാളം സീനിയർ മെമ്പേഴ്സുകൾ ഉണ്ട്. അവരെല്ലാം എപ്പോഴും മനസ്സിൽ തട്ടിയിട്ട് പറയാറുള്ള ഒരു കാര്യം വെച്ചാൽ എന്നെ വളർത്തിയത്, എന്നെ ആക്കിയത് JCA ആണ് എന്ന്. സത്യത്തിൽ ഇതൊരു എഞ്ചിനുള്ള ട്രെയിനാണ്. JCA എന്നുള്ളത് നമ്മൾ ഒരു എഞ്ചിനുള്ള ട്രെയിൻ പോലെ നമ്മൾ കാണും. ഈ ട്രെയിനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് പോവും. എന്നാൽ നമുക്ക് ആവശ്യം ആ ബോഗിയിൽ ഏതെങ്കിലും ഒന്ന് കയറിയാൽ മതി, നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. ഇതിന്റെ ഫോർമുല അങ്ങനെയാണ്. JCA എന്നുള്ള പ്ലാറ്റ്ഫോം ഒരു പക്ഷെ നമുക്കില്ലായിരുന്നുവെങ്കിൽ, JCAയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ സമയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരു പക്ഷേ സക്സസ് ആവാൻ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ എത്രയോ സമയം എടുക്കുമായിരുന്നു. ഇവിടെ ധാരാളം ട്രെയിനേഴ്സ് ഉണ്ട്, ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അവരെല്ലാം JCAനെ എത്രോളം ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള ഒരു കാരണം ഇതിന്റെ ട്രെയിനിങ് സിസ്റ്റവും ഇതിന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ഇതിലെ പേഴ്സണൽ ഡെവലപ്മെന്റ്സുമാണ് എന്ന് എല്ലാവരും അശേഷം ഉറപ്പിച്ച് പറയും. ആദ്യം നമ്മളിലാണ് വിശ്വാസം വേണ്ടത്. എല്ലാ സംഗതികളും നമുക്ക് വേണ്ടി ഒരുക്കപ്പെടും. പക്ഷേ നമുക്ക് ഒരുങ്ങേണ്ടത് നമ്മളെ മനസ്സാണ്. ഈ മനസ്സ് നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു കിട്ടും. നമ്പർ 3, കമ്മിറ്റ്മെന്റ്. C for കമ്മിറ്റ്മെന്റ്. ഒരു ലീഡർ ആവുന്ന സമയത്ത് ആ ലീഡറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് തൻ്റെ കൂടെയുള്ളവരെ എങ്ങനെ പുരോഗതിപ്പെടുത്താൻ കഴിയുമെന്നാണ്. വലിയ വലിയ പുരോഗതികളല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്, ചെറിയ ചെറിയ മാറ്റങ്ങൾ. 1% ചേഞ്ച് അറ്റ് എ ടൈം. ബ്രിട്ടീഷ് സൈക്ലിങ്ങിൽ അത്ഭുതകരമായ ഒരു സത്യം പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സൈക്ലിംഗ് 1959 വരെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ബ്രിട്ടീഷാണ് സൈക്ലിങ്ങിൽ ഏറ്റവും ഒന്നാമതുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം അവർക്ക് വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ റെക്കോർഡുകളോ ഒന്നും അടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ നിരീക്ഷിച്ചു 100 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞങ്ങൾ വലിയ രീതിയിൽ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് പറ്റുന്നില്ല? ചെറിയ സമയം കൊണ്ട് വന്നിട്ടുള്ള പല രാജ്യങ്ങളും വളരെ വലിയ അച്ചീവ്മെന്റ്സുകളും റെക്കോർഡുകളൊക്കെ നേടിയെടുക്കുന്നു. എവിടെയാണ് പോരായ്മ ഉണ്ടായത് എന്ന് പറഞ്ഞ് അവരൊരു ബോർഡ് മീറ്റിംഗ് കൂടി. ആ ബോർഡ് മീറ്റിംഗിൽ നിന്ന് ബ്രെയിൽസ്ഫോർഡ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് മാനേജർ അവർ തെരഞ്ഞെടുത്തു. ഇതിന് മാറ്റങ്ങൾ വരുത്തണമല്ലോ. ആ സമയത്ത് ബ്രെയിൽസ്ഫോർഡ് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന അണികളൊക്കെ ആകെ പേടിച്ചു. ഇനിയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പ്ലേയേഴ്സിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവില്ല, റിജിഡ് ആയിരിക്കും, ഫ്രീഡം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു.
പക്ഷെ അദ്ദേഹം ഫ്രീഡം ആയിട്ടാണ് അവർക്ക് അവസരങ്ങൾ കൊടുത്തത്. എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി. 5 മാറ്റങ്ങളാണ് അദ്ദേഹം വരുത്തിയത്. ഈ മാറ്റങ്ങളാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് സൈക്ലിങ്ങിൽ. എന്താണ് ആ മാറ്റങ്ങൾ എന്നറിയോ? ഒന്നാമത്തെ മാറ്റം, അവർ യാത്ര ചെയ്തിരുന്ന, അവർ സൈക്ലിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിരുന്ന സീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡൽ ഒന്ന് മാറ്റി, ചെറിയൊരു അറേഞ്ച്മെന്റ് ഒന്ന് മാറ്റി. രണ്ടാമത്, അവർക്ക് ഉറങ്ങാൻ വേണ്ടി, പ്ലേയേഴ്സിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ല പില്ലോകൾ പ്രൊവൈഡ് ചെയ്തു. മൂന്നാമത്, അവർക്ക് വർക്കൗട്ടുകളും എക്സസൈസ് ഒക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് ക്ഷീണിക്കുമല്ലോ, ഈ ക്ഷീണിക്കുന്ന സമയത്ത് അവർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു മസാജറെ റൂമിൽ നിശ്ചയിച്ചു കൊടുത്തു. നാലാമത്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കൈ കഴുകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ നിശ്ചയിച്ചു. ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അഞ്ചാമത്, അവർ യാത്ര ചെയ്തിരുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം ആദ്യം കളർഫുൾ ആയിരുന്നു ഫുള്ള്, പക്ഷെ അതിനെ മുഴുവൻ മാറ്റിയിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു. എല്ലാം ക്ഷമിച്ചു. ലാസ്റ്റത്തെ ഈ ഘട്ടം എത്തിയപ്പോ പ്ലേയേഴ്സ് ഒക്കെ ചോദിച്ചു, സാറേ ഞങ്ങൾ എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഇതെന്തിനാണ് സാറ് ചെയ്തത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ബ്രെയിൻസ്ഫോർഡ് പറഞ്ഞ ഉത്തരം, നിങ്ങൾ നാടുകളൊക്കെ മൊത്തം ചുറ്റുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ കളിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ആ സമയത്ത് പൊടിപടലങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് തിരിച്ചറിയാൻ കളർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കഴിയുക? വൈറ്റ് ആവുന്ന സമയത്ത് പൊടിപടലങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അത് പ്രകടമായിട്ട് കാണൂല, അത് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. 2008 ബീജിംഗ് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റെക്കോർഡും 1959 ശേഷം കിട്ടാതിരുന്ന ഈ രാജ്യം 6 വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കി. അവരുടെ സ്വന്തം നാടായിട്ടുള്ള ലണ്ടനിൽ സൈക്ലിങ്ങിന്റെ പ്രോഗ്രാമിൽ, ഒളിമ്പിക്കിൽ അവർക്ക് 10 കാറ്റഗറിയിലും 6 വേൾഡ് റെക്കോർഡും, മൊത്തം 9 സൈക്ലിങ്ങിനാണ് ഒന്നാമത് കിട്ടിയത്. ബ്രിട്ടനിലാണ് ഒന്നാമത് കിട്ടിയത്. 1% ചേഞ്ച് അറ്റ് എ ടൈം. കമ്മിറ്റ്മെന്റ് ആണ്. നമുക്ക് നമ്മളെ തിരിച്ചറിയുകയും നമ്മളെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ, എന്നാൽ അവരുടെ പോരായ്മകളെ നികത്തിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമ്മൾ വരുത്തുകയാണെങ്കിൽ വളരെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അശേഷം സംശയമില്ല. 4ാമത്തെ സ്റ്റെപ്പ് ഡി ഫോർ ഡ്യൂപ്ലിക്കേഷൻ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന, ലീഡർഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പേഴ്സണലായിട്ട് നമ്മൾ വളരും, നമ്മൾ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കും, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് നമ്മൾ നടത്തും, പക്ഷെ അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. ശ്രീ സാറ് അദ്ദേഹത്തിന്റെ സെഷൻ, അദ്ദേഹം ഇപ്പോ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പലപ്പോഴും പറയുന്ന ഒരു വേർഡാണ്, ഈ ഒരു മിഷൻ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ ജനറേഷൻ വൈസ് ജനറേഷൻ ആളുകൾ വരേണ്ടതുണ്ട്, താല്പര്യമുള്ള ആളുകൾ വരേണ്ടത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ എന്നെ പേഴ്സണലായിട്ട് അറിയാം ശ്രീ സാറിന്. ഞാൻ ആദ്യം ഇതിലേക്ക് വന്നു, ഇതിനൊരു കാഴ്ചക്കാരനായിട്ട് നിന്നു, ശേഷം അഭിപ്രായം പറയാൻ തുടങ്ങി. അഭിപ്രായം പറഞ്ഞതിന് ശേഷം ശ്രീ സാർ എന്നോട് ചോദിച്ചു സെഷൻ എടുക്കാൻ പറ്റുമോ എന്ന്. സെഷൻ എടുത്തു. സത്യത്തിൽ ഇവിടെയാണ് ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നത്. പലപ്പോഴും പല ആളുകൾക്കും അത് കഴിയുന്നില്ല. മീൻ പിടിക്കാൻ അറിയാം, എന്നാൽ മീൻ പിടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യുക, മറ്റവൾ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അതിനുശേഷം അവർ ചെയ്യുന്നത് നമ്മൾ കാണാനും തയ്യാറാവുന്ന സമയത്താണ് അവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുക എന്ന ചെറിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഈ 4 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുവരാനും, നമ്മളെ മറ്റുള്ളവർ അറിയുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ കുറെ ആളുകളെ അറിയുക എന്നതിനേക്കാൾ മറ്റുള്ളവർ നമ്മെ അറിയുക എന്നതാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം ആളുകളുടെ ജീവിതത്തിലേക്ക് വെന്നിക്കൊടി പാലിക്കാൻ നമുക്ക് കഴിയട്ടെ. അവസാനമായിട്ട് ഒരു കഥ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഫിലിമാണ്. ഫിലിമിന്റെ പേര് ഡ്രീം സെല്ലർ എന്നാണ്. ആ ഫിലിമിന്റെ പേര് ഡ്രീം സെല്ലർ. ഈ ഡ്രീം സെല്ലർ എന്ന ഫിലിമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്,
ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഇതിലെ കഥാനായകൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഈ സൈക്കോളജിസ്റ്റ് മരിക്കാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറുകയാണ്. മീഡിയ, ന്യൂസ് ചാനൽ എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്, എന്താണ് ചെയ്യുക എന്നറിയില്ല. ആ സമയത്താണ് ഒരു ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരാള് മുകളിലേക്ക് കയറിയത്. എന്തൊക്കെയാ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് മരിക്കാൻ പോയ ആള് താഴത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞാനൊരു സെലിബ്രിറ്റിയാണ്, ധാരാളം ആളുകളുടെ ജീവിതങ്ങളെ വെളിച്ചമാക്കിയ, തെറ്റിപ്പോകുമായിരുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവുണ്ടാക്കുകയും മരിക്കാൻ പോയ എന്നെ തിരിച്ചു കൊണ്ടുവരികയും നിങ്ങൾ ചെയ്തു. അപ്പോ ഈ ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ വ്യക്തി പറഞ്ഞ ഒരൊറ്റ കാര്യം എത്രയേ ഉള്ളൂ, ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു, ആ സമയത്ത് ഞാനൊരു കോമയിട്ടു എന്ന്. ഒരു ലീഡർ എപ്പോഴും അസ്തമിച്ചു പോകാവുന്ന ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ കോമയിലൂടെ അവരുടെ ജീവിതം ധന്യമാക്കാൻ കഴിയുന്നവനായിരിക്കണം ലീഡർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയിട്ടുള്ള സോൺ 28നോടും പ്രിയപ്പെട്ട ശ്രീ സാറിനോടും എൻ്റെ പ്രസിഡന്റ് ഖലീൽ സാറിനോടും നന്ദി, സ്നേഹം, കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. താങ്ക് യു JCI. Like made much of the difference. സാർ സി ഏതായിരുന്നു സാറ്? C for commitment, sir. ഓക്കെ. ഏതായാലും അനീഷ് സാറേ, താങ്കളുടെ ട്രെയിനിങ് മേഖലയ്ക്കുള്ള ആദ്യ ചുവടുവെപ്പിന് ഈ സോൺ 28ന്റെ ഒരു പൊൻതൂവൽ തന്നെയാണ് തലയിൽ ചാർത്തി തരുന്നത്. ഈ ഒരു പ്രയാണം മുന്നോട്ട് ധൈര്യമായിട്ട്, താങ്കളുടെ ഒരു മികച്ച ഒരു ട്രെയിനർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിലൂടെയുള്ള താങ്കളുടെ ആ ഒരു നമ്മൾ ഈ ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് ഒരു അരങ്ങേറ്റം നടക്കില്ലേ, ശരിക്കും ഇതൊരു അനീഷ് സാർ ഒരു അരങ്ങേറ്റം തന്നെ ആയിരുന്നു. അരങ്ങേറ്റം ഏറ്റവും മികച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോ ഇദ്ദേഹം ചോദിച്ച ആ സി എന്നുള്ളതിന്റെ ഉത്തരം എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു, വളരെ മികച്ച ഒരു ട്രെയിനിങ് തന്നെയായിരുന്നു. അനീഷ് സാറ് സൂചിപ്പിച്ച പോലെ സ്വയം വളരുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ വളർത്തിയെടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം തന്നെയാണ് ഈ JCI എന്ന ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഒരു നമ്പർ വരും. ആ ഫോൺ നമ്പറിലേക്ക് ഇതിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. ആ ട്രെയിനേഴ്സിന് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുക. അതായത് ഇപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ രാജേഷ് ചന്ദ്ര സാറ് ആറ്റിങ്ങിൽ ചോദിച്ച പോലെ EPS നടത്താൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കൊല്ലം ആറ്റിങ്ങിൽ വളരെ ദൂരെയാണ്. അപ്പൊ നമുക്ക് ആ ഏരിയയിലുള്ള ആളുകൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, മികച്ച ട്രെയിനേഴ്സിനെ. അവർക്ക് ഒരുപാട് അവസരം കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരുപാട് ട്രെയിനിങ് മേഖല ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഓരോ തരത്തിലുള്ള മികച്ച ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് തന്നെ JCI ഉദ്ദേശിച്ചത്. അതോടൊപ്പം ഇപ്പൊ ഈ ഫ്ലോറിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു നമ്പർ വരുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ഫോട്ടോ, നിങ്ങളുടെ പേര്, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പ്രൊഫഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ഡീറ്റെയിൽസും ഒന്ന് വാട്സപ്പ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ റിപ്ലൈ സ്വീകരിക്കും, നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഏതായാലും ഓപ്പൺ ഫോറം ആൻഡ് ഫീഡ്ബാക്ക്. അനീഷ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും മനോഹരമായിട്ട്, വളരെ യു ആർ എ ട്രെയിനർ, ആക്ച്വലി യു ആർ എ ട്രെയിനർ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത്രയും നല്ല ഒരു എങ്ങനെ ഓഡിയൻസിനെ എല്ലാവരുടെ മനസ്സിലേക്കും ഓഡിയൻസിനെ അങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട്, ഇത്രയും വളരെ ചെറിയ ഒരു സമയത്ത് ഒരുപാട് കഥകളും, അതുപോലെ വളരെ എനർജറ്റിക് ആയിരുന്നു. അതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അതാണ്. വളരെ എനർജറ്റിക് ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ്. സോ presentation, please go ahead, be a trainer, lifelong trainer. All the best to you. Thank you. Hello Anish. Hello madam. Yes, അടിപൊളി സെഷൻ ട്ടോ, സൂപ്പർ. ഞാനിങ്ങനെ എല്ലാത്തിനും, ഞാൻ രാവിലത്തെ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ എല്ലാത്തിനും ഒന്നും അഭിപ്രായം പറയാൻ പറ്റാറില്ല. എല്ലാ ദിവസവും കയറും, പക്ഷെ ഇത് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല സെഷൻ. ഇതില് ഞാൻ JCIയിൽ ജോയിൻ ചെയ്ത സമയത്ത് ഹുസൈൻ മേലാറ്റൂർ എന്ന് പറയുന്ന ഒരു ട്രെയിനർ ഉണ്ട്. ആള് എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ജസ്റ്റ് പ്രിയ, JCI എന്ന് പറയുന്നത് ഒരു കടല് പോലെയാണ്.
ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് പുറത്തു നിന്ന് ആ കടലിലേക്ക് ഇങ്ങനെ കല്ലെറിഞ്ഞ് കളിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് അതിൽ ഇറങ്ങി മീൻ പിടിക്കാം. അതിൽ വേണ്ട മുത്തും പവിഴും ഒക്കെ വാരിയെടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് JCI എന്ന് പറയുന്നത് അത്രയും ബെസ്റ്റ്. നമുക്ക് അതില് മുത്തും പവിഴവും വാരിയെടുത്ത് മീനും പിടിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനിലാണ് നമ്മളെല്ലാവരും എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പം അടിപൊളി സെഷൻ. ഫസ്റ്റ് ട്രെയിനിങ് എടുക്കുകയാണെന്ന് തോന്നുകയില്ല. നമുക്ക് ഒരു മിനിറ്റ് പോലും അവിടുന്ന് മാറാനും പറ്റിയിട്ടില്ല. എല്ലാ തിരക്കും മാറ്റി വെച്ച് ഞാൻ ഈ ഒരു അരമണിക്കൂർ ഇവിടെ തന്നെ ഇരുന്ന് കേട്ടു. അടിപൊളി കേട്ടോ. താങ്ക് യു സോ മച്ച് ശ്രീജിത്ത് സർ. ഇത്രയും നല്ല നമ്മളിൽ പരിചയപ്പെടുത്താവോ? എന്റെ പേര് പ്രിയ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം നെക്സ്റ്റ് ഡേ. സ്ഥലം എവിടെയാ? എന്റെ ശരിക്കും സ്ഥലം മേലാറ്റൂരാണ്. ഞാൻ JCI മേലാറ്റൂർ ചാപ്റ്റർ ആയിരുന്നു. 2014 ജോയിൻ ചെയ്തു. 15 മേലാറ്റൂർ പ്രസിഡന്റ് ആയി. 16 ZVP ആയിരുന്നു ഞാന് സലാം സാറിന്റെ സമയത്ത്. പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഒരു 4-5 വർഷം മാറി നിന്നതായിരുന്നു. ഓക്കെ. ഇപ്പം ജെക്കോം JCI എല്ലാത്തിലും ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ സന്തോഷം. ഓക്കെ, നേരിട്ട് ഇനി ഒരു സെഷനിൽ കാണാം. ഓക്കെ. ശ്രീജിത്ത് സാറിന് സ്പെഷ്യൽ താങ്ക്സ്. ഇത്രയും നല്ല നല്ല ആളുകളെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. താങ്ക് യു. മിസ്റ്റർ അനീഷ് സൂപ്പർ ആയിരിക്കും. സൂപ്പർ. സാറ് പേര് പറയൂ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. അടിപൊളി. റൈറ്റ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വിശദമായി പറഞ്ഞു തന്ന അനീഷിന്റെ പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. JCI മണ്ണാർക്കാട്. വളരെ ശക്തമായ ടോപ്പിക്ക്, വളരെ ലളിതമായിട്ട് 2-3 കഥകള്, 2-3 വ്യക്തികള്, എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികള്, പിന്നെ നമ്മുടെ ABCയുടെ എന്താണ് എന്റെ A എന്താ B എന്താ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റ്, കമ്മിറ്റ്മെന്റ് ഒക്കെ വളരെ സിമ്പിളാക്കി നമുക്ക് എങ്ങനെ ലളിതാക്കിയിട്ട് 100% ട്രെയിനറാണ് അനീസ് ഭായ്. സ്റ്റാർട്ടർ അല്ല, ട്രെയിനറാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ. എൻ്റെ പേര് ബോബി എന്നാണ്. അപ്പൊ ഞാൻ ഇന്ന് മിസ്റ്റർ അനീഷിന്റെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടു. ഞാനിപ്പോ ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു ബിഗിനർ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു മാഡം പറഞ്ഞ പോലെ JCI എന്ന് പറയുന്ന മഹാസാഗരത്തില് ഇറങ്ങി മീൻ പിടിക്കാൻ മുത്തുമ്പോഴും വാരാം എന്ന് പറഞ്ഞപ്പോ ഒരു 10-20 വർഷം, 25 വർഷം മുമ്പ് JCIയിൽ ജോയിൻ ചെയ്ത് തന്നെ വന്നത്. അന്നും ഇതുപോലെ ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ അനീഷ് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒത്തിരി ഒരുപാട് കോൺഫിഡൻസോടുകൂടി വന്ന് ഈ പ്രോഗ്രാം ചെയ്തു. ഞാൻ 2 കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. ഒന്ന്, ഹി വാസ് വെൽ പ്രിപ്പയർഡ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ കണ്ടത്. there was a beginning, good, ഇടയ്ക്ക് ഭാഗം നന്നായിരുന്നു, നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ ഒരു നല്ല ക്വാളിറ്റി, പ്രിപ്പറേഷൻ എന്നുള്ള നല്ല ക്വാളിറ്റി എപ്പോഴും ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഐ എൻജോയ്ഡ് ദ സെഷൻ പേഴ്സണലി. ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സാർ. രാജേഷ് ചന്ദ്രയാണ് ആറ്റിങ്ങിൽ നിന്ന്. സാറിന്റെ സെഷൻ കേട്ടു. ഈ ലൈഫ് സ്റ്റൈൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നതില് സാറ് ഉദാഹരണമായിട്ട് പറഞ്ഞ ആളിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ലീഡറിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് പറയാതെ കാണിച്ചു തരുന്ന ഒരാളിനെ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞ് എടുത്ത സെഷൻ നന്നായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ആണെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടാണ് കേൾക്കുന്നവർക്കെല്ലാം അത് നല്ല എന്താണ് എനർജറ്റിക് ആയിട്ടും ആദ്യത്തെ ഒരു പെർഫോമൻസ് ആയിട്ടും തോന്നായിരുന്നത്. എന്തായാലും ഈ ഒരു ഉദ്യമത്തിന് വളരെ നന്ദി. താങ്ക് യു സാർ. അനീഷ് സാർ, മഞ്ചേരി ജലീൽ മാഷ. പിന്നെ ഗംഭീരായിരുന്നു. അതൊരു സാൻഡ്വിച്ച് ടൈപ്പ് ഒരു ട്രെയിനിങ് ആയി തോന്നി. കാരണം തുടക്കം ഒരു സ്റ്റോറി, ലാസ്റ്റ് ഒരു സ്റ്റോറി, അതിന്റെ ഉള്ളില് കണ്ടന്റ് വളരെ
പ്രിസൈസ് ആയിരുന്നു. കാരണം കറക്റ്റ് ഷാർപ്പ്, ഫിജി സാർ എപ്പോഴും പറയുന്നുണ്ട് സാർ, കറക്റ്റ് ഷാർപ്പ് സമയത്തിനുള്ളിൽ സാർ അത് അവസാനിപ്പിച്ചു. നല്ല സ്റ്റോറി ഒക്കെ ഒരു പുതിയതായിട്ട് തോന്നി. ഗംഭീര അടിപൊളി സെഷൻ ആയിരുന്നു സാർ. ഓക്കെ, ഫിജി സാർ, ഈ ട്രെയിനിങ് എങ്ങനെയൊന്നുമില്ല സാറിന് ലാസ്റ്റ് വിശദീകരിക്കാൻ നന്നായിരുന്നു. എങ്ങനെയാണ് സാറ് പറഞ്ഞത്? എന്താ സാർ കേട്ടില്ല? ഹലോ സാർ. ട്രെയിനിങ്ങിന്റെ പറഞ്ഞതേ, ട്രെയിനിങ്ങിന്റെ പറഞ്ഞത് എങ്ങനെയായിരുന്നു സാർ അവസാനം പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, ട്രെയിനിങ്ങില് നമ്മൾ ഈ ഫ്ലോറിൽ ഒരുപാട് പേര് ട്രെയിനർമാരുണ്ട്. ആ ട്രെയിനർമാർക്ക് നമുക്ക് ഒരുപാട് അവസരം നൽകാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഇപ്പൊ ആർട്ടിക്കലിൽ നിന്ന് EPS എടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര ദൂരം പറ്റില്ല. അപ്പൊ നമുക്ക് ആ ഏരിയയിൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ട്രെയിനർമാർ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ബിഗിനേഴ്സിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ചാറ്റ് ബോക്സിലെ നമ്പർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഡീറ്റെയിൽസ് ആക്കി. ഓക്കെ സാർ, താങ്ക് യു. കണ്ടിന്യൂ. ഫീഡ്ബാക്ക് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ കേണൽ രാധാമണി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ ആക്ച്വലി ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് പുതിയ ഒരാൾ എടുക്കുന്നതായിട്ട് തോന്നിയതേ ഇല്ല. കൺഗ്രാറ്റ്സ് ടു മിസ്റ്റർ അനീഷ്. ആൻഡ് യു സ്റ്റാർട്ടഡ് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ ഇൻ സച്ച് എ വേ, വിത്ത് എല്ലാവരെയും പ്രമുഖ വ്യക്തികളെ കയ്യിലെടുത്തുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് ആ ക്ലാസ്സിലേക്ക് അറ്റാച്ച്മെന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു ബ്രൈറ്റ് ഫീലിങ്സ് കൊടുത്തുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെയാണ് ഏറ്റവും വലിയ താങ്കളുടെ ക്ലാസ്സിലുള്ള ഏറ്റവും വലിയ ഇറ്റ്സ് എ റിയലി മോട്ടിവേഷൻ ഫോർ എവരി വൺ. പിന്നെ സെക്കൻഡ് തിങ്, സ്റ്റാർട്ടഡ് വിത്ത് എ സ്റ്റോറി. അതും യു പ്ലാൻഡ് ഇൻ സച്ച് എ വേ, അത് നമ്മൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ അത് തീർന്നിരിക്കണം. സോ യു ടുക്ക് ആസ് എ ടൈം മാനേജ്മെന്റ് ഓൾസോ ദെയർ. അപ്പം ആ തുടക്കത്തിലും എൻഡിലും സ്റ്റോറി പറയുമ്പോൾ എനിക്ക് സ്റ്റോറിയിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഞാൻ ടൈം മാനേജ്മെന്റ് എടുക്കുന്നുണ്ട്. അത് സെക്കൻഡ് തിങ് ചെയ്തു. പിന്നെ മൂന്നാമത് അതിനകത്തിനോട് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ലൈക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. സോ എങ്ങനെ നമ്മളൊരു ഡിസിപ്ലിൻഡ് ലൈഫ് ഡേ ടു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് ഓൾസോ യു ടുക്ക് ഇറ്റിനെ നല്ലൊരു രീതിയിൽ തന്നെ എല്ലാവരിലേക്കും ആ കാര്യം എത്തിക്കാൻ സാധിച്ചു. പിന്നെ മൂന്നാമത് പറഞ്ഞാൽ നമ്മളൊരു ABCD, അതൊരു എപ്പോഴും നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞു കൊടുത്താൽ ഒരു വേയിൽ നമ്മളൊരു ചെറിയ സിമ്പിൾസിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ വേഗം ക്യാച്ച് ചെയ്യും. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ആരോടും വിബ്രിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും പറയും വാട്ട് ഈസ് വിബ്രിയോ. അപ്പൊ ആ രീതിയിൽ ഒരു ചേഞ്ച് ഓഫ് യു ടുക്ക് ഇറ്റ് ഇൻ എ ABCD. സോ എവറി വൺ വിൽ റിമെമ്പർ ദാറ്റ്. ആ കണ്ടന്റ്സ് കംപ്ലീറ്റ്ലി നമ്മൾ ക്യാച്ച് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് നിങ്ങളെ കൺക്ലൂഷനും എഗെയിൻ വിത്ത് പിക്ചർ. ഇറ്റ് വാസ് ടു ഗുഡ്. So grateful. So nice വേയിലാണ് ചെയ്തത്. I didn't feel that you are doing a first time. അത് ആണോ എന്നുള്ളത് I don't know. Oh, that's such a way you took it in this. So nice and really congratulations to you and all team. Thank you. Thank you so much. വെരി താങ്ക്സ് രാധാമണി മാഡം. തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു മെസ്സേജ് അനീഷിന് ഇങ്ങോട്ട് പൊന്നാനിയെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത് സാർ പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, പറയൂ. ഒന്നുമില്ല, ഞാൻ കുറെ ദിവസമായിട്ട് ഇതിൽ കയറാറില്ല. ഇന്നിപ്പോ ഒന്ന് കയറിയതാണ്, നന്നായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വാക്കിനോളം മൂക്കില്ലേ യൂക്കൻ ഭൂമിക്ക് പോലുമേ എന്നാണല്ലോ. വാക്കിന്റെ കരുത്ത് തന്നെയാണ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ വാക്കിന്റെ കരുത്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യം. അദ്ദേഹത്തിന്റെ തുടക്കം ഗംഭീരമായതുകൊണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ട് കയറി പോകാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാകട്ടെ. ഈ മേഖലയിലുള്ള ആളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യാണ്. തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു അശോക് സാർ. അശോക് സാറെ പോലെ, അശോക് രാങ്ങാട്ടൂരെ പോലെ മികച്ച ഒരു ട്രെയിനറുടെ ഹൃദയത്തിൽ നിന്ന വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഓക്കെ അനീഷ് സാർ, ഇതിലും മികച്ച ഒരു മ്യൂട്ടാണ്. ഓക്കെ, ഇതിലും മികച്ച ഒരു തുടക്കം ഇനി താങ്കൾക്ക് എന്താണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും മ്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. റൈറ്റ്. ഏതായാലും ഇന്നത്തെ സെഷൻ ഈ ഒരു തിങ്കളാഴ്ച വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് എല്ലാവരും തുടങ്ങാൻ സാധിച്ചു. അതോടൊപ്പം ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ 728 ഭാഗത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വോട്ടോ താങ്ക്സ് നമ്മളെ ഒരു ട്രെയിനർ കൂടിയാണ് അമ്പിളി ദേവി മാഡത്തെ ഞാൻ സ്നേഹപൂർവ്വം അമൃത, അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. മാഡം പ്ലീസ്. അമൃത മാഡം.
പ്ലാറ്റ്ഫോമിൽ ഇല്ലെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിലുണ്ടല്ലോ. പക്ഷെ അമൃത അല്ല ഓക്കെ ഓക്കെ ഓക്കെ, ചില ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീണ്ടും ഞാൻ 1-2 പേരെ എപ്പോഴും മുന്നേ അനീഷ് സാർ പറഞ്ഞ പോലെ ലാപ്പ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വേറൊന്ന് കയറണമല്ലോ. അപ്പൊ ഞാൻ 1-2 പേരെ എപ്പോഴും ഒരു നോട്ട് ചെയ്ത് വെക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വിജയൻ സാർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വിജയൻ സാർ, എന്നെയാണോ ഉദ്ദേശിച്ചത്? എന്നെയാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും സാറ് തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചത്. സാർ പറയൂ. ആദ്യമേ നമ്മൾ അനീഷ് സാറിന്റെ ക്ലാസ് വാക്കുകൾ ഇങ്ങനെ ചിട്ടയായി അടുക്കി പറക്കി വെച്ച് അതും വളരെ സരസമായി കൊണ്ടുപോയി കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് കൂടുതൽ ഇതിന്റെ എന്താ പറയാ ലീഡേഴ്സിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ ചെയർമാൻമാരുടെ പേരും കാര്യമായിട്ട് എനിക്ക് അറിയില്ല. എങ്കിലും എല്ലാവർക്കും ഇന്ന് JC വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇത് നന്നായി കൊണ്ടുപോകുന്ന നമ്മുടെ ശ്രീത്വം തവന്നൂർ അതിന്റെ ചെയർമാൻ എല്ലാ രീതിയിലും തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ട് അവസരോചിതമായിട്ട് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിന് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ശിവസാർ അടക്കമുള്ള അതുപോലെ തന്നെ ചന്ദ്രയാമയുടെ അടക്കമുള്ള മുഴുവൻ വ്യക്തികളെയും ആളെ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, പറയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. സന്തോഷത്തോടുകൂടി വീണ്ടും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനീഷ് സാറിന്റെ ക്ലാസ് നല്ല ഒരു എന്താ പറയാ കർക്കിടക മാസത്തിലെ ഒരു ശക്തമായ പേമാരിയായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഇന്നിവിടെ തീരുകയാണ്. മറ്റൊരു നല്ലൊരു സെഷനുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. The 7 AM morning drive online program is hereby adjourned. Have a nice day. Bye bye. See you. Thank you. Thank you. Thank you, sir. Thank you Bye-bye. all. Thank you all. Thank you all. Thank you. Thank you. Thank you all. Thank you, Srijit. Thank you. Thank you all. Thank you, Sajita. Thank you, Shivadas. Thank you. Thank you all. Thank you. Thank Okay, you. okay. പുതിയ ആൾക്കാര് ഇവാലുവേഷൻ പറയാൻ മുന്നോട്ട് വരട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ പലപ്പോഴും പിന്നാലെ നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തും. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും വളരെ സന്തോഷം, വളരെ സന്തോഷം സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജുമാന മേഡം നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്.